ഫോഗ്, മസ്തിഷ്കത്തിലെ മൂടൽമഞ്ഞ്, മറവിയും ശ്രദ്ധക്കുറവും ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അപ്പോൾ പെട്ടെന്ന് നിങ്ങൾ റൂമിലേക്ക് പോയി, എന്തിനാണ് വന്നത് എന്ന് നിങ്ങളങ്ങോട്ട് മറന്നുപോയി. ചിലപ്പോൾ നിങ്ങൾ ഒരാളുടെ പേരങ്ങോട്ട് മറന്നുപോയി, കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു, എല്ലാം ഒരു മന്ദപ്പോടെ ഫീൽ ചെയ്യുന്നൊരവസ്ഥ. പലരും വിചാരിക്കുന്നത് ഇതെന്താണ്, ഡിമെൻഷ്യ അല്ല, ഓർമ്മക്കുറവാണ്. അതല്ല. പലപ്പോഴും ഇത് ചെറിയൊരു സിമ്പിളായിട്ടുള്ള മാറ്റിയെടുക്കാൻ പറ്റുന്ന ബ്രെയിൻ ഫോഗ് ആയിരിക്കും. ഇതൊരു രോഗമല്ല, ഒരുപാട് ലക്ഷണങ്ങളുടെ ഒരു കളക്ഷനാണ്. ക്ഷീണം തോന്നുക, നമുക്ക് കോൺഫിഡൻസ് കുറയുക. പല ആൾക്കാരും വളരെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അവസ്ഥയിലും മറ്റ് രോഗാവസ്ഥയിലും ഉറക്കം കുറഞ്ഞാലും മിനോപോസ്, മെൻസസ് ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ പിന്നെ ജീവിതത്തിൻ്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരക്ക് പോകുമ്പോൾ നടക്കുന്നതാണ്. എന്താണ് ബ്രെയിൻ ഫോഗ്? ബ്രെയിൻ ഫോഗ് തീർച്ചയായിട്ടും നമ്മൾ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുക, നമ്മൾ ശ്രദ്ധക്കുറവുണ്ടാകുക, മറവി, ചിന്തിക്കാൻ സ്ലോലി ചിന്തിക്കുന്നൊരവസ്ഥ, മാനസികമായ ക്ഷീണം, വാക്കുകൾ കൊണ്ട് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ട്, തല ഒരു മന്ദപ്പ് അനുഭവപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു മങ്ങിയെ പോലെ തോന്നലുണ്ടാവുക. ഇതിനുണ്ട് കാരണം വന്ന പ്രധാന കാരണങ്ങൾ എന്തൊക്കെ? ചിലർക്ക് ഉറക്കക്കുറവുള്ളവർക്ക് ഇത് കൂടുതലായിട്ട് കാണാം. പിന്നെ സ്ഥിരമായിട്ട് മാനസിക സമ്മർദ്ദങ്ങളുള്ളവർ, ഉത്കണ്ഠ, വിഷാദം പോലെയുള്ളവർ, പിന്നെ മെനോപോസ്, മെൻസസ് നിൽക്കുന്നൊരു സാഹചര്യത്തിൽ, പിന്നെ ഒരുപാട് ഹോർമോൺ വ്യതിയാനം കൊണ്ട്, പിന്നെ വൈറൽ ഇൽനെസ്സൊക്കെ മാറിയിട്ട് ഇങ്ങനെ റിക്കവറി ചെയ്യുന്ന സമയത്ത് ചിലപ്പം ചില മെഡിസിൻസ് കൊണ്ട്, ചില വൈറ്റമിൻസിൻ്റെ കുറവ് കൊണ്ടും, തൈറോയിഡിൻ്റെ രോഗം കൊണ്ടൊക്കെ ഇത് വരാവുന്നതാണ്. ചിലപ്പോൾ ഫൈബ്രോമയാൾജിയ. എല്ലാവർക്കും ഒരേ കാരണം കൊണ്ടല്ല ഇത് വരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഈ ഒരു ലക്ഷണങ്ങൾ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു ഹെൽത്ത് കെയർ പ്രൊഫഷണലിനെ കണ്ട് ഇതാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ മെൻ്റൽ ഫോഗ്, ബ്രെയിൻ ഫോഗ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യുക? നമ്മൾ നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഡെയിലി ഹാബിറ്റ് ഉണ്ടാക്കുക. ഉറങ്ങുക 7-8 മണിക്കൂർ, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, ഒരു ബാലൻസ്ഡ് ആയിട്ട് ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ജലാംശം ഉള്ളിലെത്തുക, വെള്ളം ആവശ്യത്തിന് കുടിക്കുക, ഒരേ സമയം പല കാര്യങ്ങളും ചെയ്യുന്നതൊന്ന് കുറയ്ക്കുക, എന്തെങ്കിലും ധ്യാനങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും റിലാക്സേഷൻ ടെക്നിക്കുകളോ മൈൻഡ്ഫുൾനെസ്സൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എപ്പോഴാണ് ഇതിനൊരു മെഡിക്കൽ എവാലുവേഷൻ വേണ്ടി വരുന്നത്, ഒരു ഡോക്ടറെ കാണേണ്ടത് എപ്പോഴാണ്? ആഴ്ചകളോളം ഈ ലക്ഷണങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണണം. പിന്നെ അതിങ്ങനെ വേഴ്സൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓരോ ദിവസത്തെ ജോലിയോടും ദൈനംദിന ജീവിതത്തെയും അത് വല്ലാതെ ബാധിക്കുകയാണെങ്കിൽ, പിന്നെ ഇതിനോടൊപ്പം തന്നെ സംസാരത്തിലെ പ്രശ്നങ്ങൾ, മറ്റ് ശക്തമായിട്ടുള്ള ക്ഷീണം, ശക്തമായ തലവേദന, ഒരുപാട് ന്യൂറോളജിക്കൽ പ്രശ്നങ്ങളൊക്കെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ്.